ഇനി നമ്മൾ ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ലാമ്പ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം മട്ടനോ ചിക്കനോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിത് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ലാമ്പ് എടുത്തിട്ടുണ്ട്. അത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത്, പിന്നെ കബ്സ മസാലയും ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കബ്സ മസാലയ്ക്ക് പകരം അറബിക് മസാല ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫുൾ അങ്ങ് കുക്ക് ചെയ്തെടുക്കണ്ട, ഹാഫ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് നെയ്യും എല്ലാം ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ കുക്ക് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ കുറച്ച് മുഴുവൻ മല്ലി 5-6 മുഴുവൻ മല്ലിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ലാം പീസസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പകുതി വേവായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇനി ഇട്ട് കൊടുക്കാം. 2.5 കപ്പ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ മുഴുവൻ വെള്ളം വറ്റിയതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടി അടച്ച് ഇതുപോലെ വേവിച്ചെടുക്കുക. ആ 10 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. അതുപോലെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ തക്കാളി വെച്ചൊരു സോസ് പോലെ, ഒരു ചട്നി പോലെ നമുക്ക് തയ്യാറാക്കാം. ഒരു തക്കാളിയും പച്ചമുളക്, വെളുത്തുള്ളി 1-2 അല്ലി വെളുത്തുള്ളിയും, ഉപ്പ്, പിന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് ചോപ്പറിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്, ഒത്തിരി അങ്ങ് അരയരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുത്താൽ നല്ലൊരു സൈഡ് ഡിഷ് കിട്ടുന്നതായിരിക്കും.